ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 19. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാസു ദുർലഭഃ. ജ്ഞാനിയെയും ജ്ഞാനത്തെയും സ്തുതിക്കുന്ന ശ്ലോകമാണിത്. എത്രയോ ജന്മജന്മാന്തരങ്ങളിൽ അനുഷ്ഠിച്ച ഉപാസനകളുടെ ഫലമായിട്ടാണ് ഒരാൾക്ക് ചിത്തശുദ്ധി ഉണ്ടാവുന്നത്. അപ്പം സർവ ഉപാസനകളും ചിത്തശുദ്ധ്യർത്ഥമാണ്. അന്ധക്കരണത്തെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് 4ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ 4ൽ ഒരു ഭാഗമാണ് നമുക്ക് നാമജപങ്ങളാലും മന്ത്ര ഉപാസനകളാലും ഒക്കെ നമുക്ക് ശുദ്ധമാക്കാനുള്ളത്. അതായത് സർവ മാലിന്യങ്ങളും അടിഞ്ഞുകൂടുന്നത് ഈ ചിത്തം എന്നുള്ള ഭാഗത്താണ്. അപ്പം ചിത്ത ശുദ്ധിക്കായിക്കൊണ്ടാണ് സർവസാധനകൾ. എന്താണ് ചിത്തത്തിൻ്റെ അശുദ്ധി? അശുദ്ധി എന്ന് പറയുന്നത് ഞാൻ ഈ ശരീരമാണ്, ഞാൻ മനസ്സാണ്, ഞാൻ ബുദ്ധിയാണ് എന്നൊക്കെയുള്ള അതാണ് ചിത്താശുദ്ധി. അതുകൊണ്ട് തന്നെ ശരീരത്തിന് വരുന്ന ക്ലേശങ്ങൾ, മനസ്സിന് വരുന്ന പ്രയാസങ്ങൾ, ബുദ്ധിക്ക് വരുന്ന ചഞ്ചലത, ഇതൊക്കെ തൻ്റെ ദുഃഖത്തിനും ക്ലേശത്തിനും കാരണമായി തീരുന്നു. അതില്ലാതാവണമെങ്കിൽ എന്ത് വേണം? ചിത്തശുദ്ധി നേടണം. ചിത്തശുദ്ധിക്കാണ് ഉപാസനകൾ അഖിലവും പറയപ്പെട്ടിട്ടുള്ളത്. ചിത്തശുദ്ധി എന്ന് നേടാൻ എന്താണ് വഴി? അതിന് ഏകാത്മ പ്രത്യയസാരപരമായ അന്ധക്കരണത്തിൻ്റെ സ്ഥിതിയെ കൈവരിക്കണം. അതായത് ഈശ്വരതത്വം ഏകമാണെന്നും ആ ഏകമായ ഈശ്വരനിലേക്കുള്ള പല മാർഗങ്ങളാണ് പലവിധ ഉപാസനകളിലൂടെ, പലവിധ ദേവതോപാസനകളിലൂടെ ഒക്കെ പറയപ്പെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? അതിന് ശ്രദ്ധ വേണം. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ സാ ശ്രദ്ധ. ഗുരുവിലും ഗുരു ഉപദേശിക്കുന്ന വാക്യങ്ങളിലും, അതായത് ശാസ്ത്രത്തിലും അടിയുറച്ച വിശ്വാസമുള്ളവർക്ക് ഈ അന്ധക്കരണത്തിലെ മാലിന്യങ്ങളെ ഇല്ലായ്മ ചെയ്ത് അന്ധക്കരണ ശുദ്ധിക്കായിക്കൊണ്ടുള്ള ഏകാഗ്രത നേടാൻ സാധിക്കും. അതിനായിട്ടുള്ള ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്യാൻ തോന്നുകയുള്ളൂ. അതുകൊണ്ട് പറയാണ് ബഹൂനാം ജന്മനാം അന്തേ. അനേകം ജന്മങ്ങളെ കൊണ്ട്, ജന്മജന്മാന്തരങ്ങളിൽ സഞ്ചയിച്ച പുണ്യം കൊണ്ട്, സുഹൃതം കൊണ്ടേ അതിന് സാധിക്കുകയുള്ളൂ. ഇപ്പം ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് തന്നെ ആ മനുഷ്യജന്മത്തിൻ്റെ അതിൻ്റെ മഹത്വബോധം ഉൾക്കൊണ്ട് നമ്മൾ വിനിയോഗിക്കുമ്പോഴാണ്. 2 കാലും 2 കൈയും ഒരു മനുഷ്യ രൂപവും ഉള്ളതുകൊണ്ട് മനുഷ്യനാണെന്ന് പറയാൻ വയ്യ. അവിടെ മനുഷ്യത്വം ഉണ്ടാവണം. എന്താണ് മനുഷ്യൻ്റെ പ്രത്യേകത? മറ്റു ജീവികളെ പോലെ ഉണ്ടും ഉറങ്ങിയും ഉണ്ണാനായിക്കൊണ്ട് പണിയെടുത്തും പ്രത്യുൽപാദന കർമ്മം നിർവഹിച്ചും മാത്രം കഴിയുകയാണെങ്കിൽ മറ്റു ജീവന്മാരിൽ നിന്ന് നമ്മൾ ഒരു വ്യത്യാസവുമില്ല. എന്നാൽ മനുഷ്യൻ്റെ മാത്രം പ്രത്യേകത എന്നുള്ളത് കാര്യത്തെ കണ്ട് കാരണത്തെ തിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധിയാണ്. ആ വിശേഷ ബുദ്ധിയിലുള്ള മനുഷ്യനായി ലഭിച്ചിട്ടും മറ്റ് ഇതര ജീവികളെ പോലെ മാത്രം കഴിഞ്ഞുകൂടുകയാണെങ്കിൽ, അത് വേണ്ടെന്ന് പറഞ്ഞില്ല, അതിന് മാത്രം പ്രസക്തി കൊടുത്ത് ഈ ഈശ്വരാന്വേഷണത്തിന്, ഉപാസനയ്ക്ക്, ഏകാത്മ പ്രത്യയത്തെ നേടാനുള്ള പരിശ്രമത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ പോയാൽ അത് മഹത്തായ നഷ്ടമാണ്. കാരണം മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അതാണ്, പ്രസക്തി അതിനാണ്. അതിന് പ്രസക്തി കൊടുക്കണം. മറ്റെല്ലാം അപ്രസക്തമായാലും ഇതിന് പ്രസക്തി കൊടുക്കണം. അതുകൊണ്ട് ആഹാര, വിഹാര, നിദ്ര, മൈഥുനാദി സകല പ്രാണി സാധാരണ ധർമ്മങ്ങൾ. പ്രാണി എന്ന് പറഞ്ഞാൽ പ്രാണൻ യസ്യ അസ്തി ഇതി പ്രാണി. സർവപ്രാണികളും ആഹാരം തേടുന്നുണ്ട്,
അതേപോലെ തന്നെ നിദ്ര, ഉറക്കമുണ്ട്, മൈഥുനം ഉണ്ട്. ഇതൊക്കെ സർവ പ്രാണി സാധാരണമാണ്. അത് മാത്രമേ തനിക്കുമുള്ളൂ എങ്കിൽ താൻ മനുഷ്യനാവാൻ യോഗ്യനല്ല. അപ്പം അതുകൊണ്ട് അതിലുപരിയായി വിശേഷബുദ്ധിക്കുടമയാണ് താനെന്ന് എപ്പോഴും ഓർക്കണം. തൻ്റെ പ്രത്യേകമായ കഴിവിനെ സാധൂകരിക്കുന്നതായിരിക്കണം തൻ്റെ ജീവിത ലക്ഷ്യം. അപ്പം അതിനായിക്കൊണ്ട്, ജ്ഞാനത്തിനായിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം. ഇതറിഞ്ഞാലും ഇല്ലെങ്കിലും ഈ ലോക ജീവിതം നമുക്ക് പഠിക്കാനുള്ള വേദി തന്നെയാണ്. അപ്പോൾ ജ്ഞാനാർജനത്തിന് എന്താണ് വേണ്ടത്? ഉപാസനാസ്ഥൈര്യം വേണം, ഏകാഗ്രത വേണം. അങ്ങനെ ഏകാഗ്രത നേടിയിട്ട് ഈ ലോകത്തെ, ഈ പ്രകൃതിയാണ് നമ്മുടെ മുന്നിൽ തുറന്നു വെച്ച വേദപുസ്തകം. അത് പഠിക്കാനുള്ള ഒരു ദൃഷ്ടി മാത്രമേ ഈ ശാസ്ത്ര പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ. അങ്ങനെ ഈ പ്രകൃതിയിൽ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളെ ഓരോന്നിനെയും നമുക്ക് പഠിക്കാനുള്ള സാഹചര്യമാക്കി തീർക്കണം. ഒന്നൊന്നും ഒഴിഞ്ഞു മാറല്ല, ഒളിച്ചോടുകയല്ല. എല്ലാ സാഹചര്യങ്ങളും, അത് ഗൃഹസ്ഥാശ്രമമായിക്കോട്ടെ, അതുപോലെ ബ്രഹ്മചര്യാശ്രമമായിക്കോട്ടെ, ഏതാശ്രമമായാലും അതിൽ നിന്നൊക്കെ നമുക്ക് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം അങ്ങനെ പാഠങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക്, ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് വേണം? അതിൽ നിന്നൊക്കെ അനുഭവങ്ങളെ ഉൾക്കൊണ്ട് ഇതൊന്നുമല്ല, ഇതിനുപരിയുള്ളതാണെന്ന് അനുഭവികമായ അറിവുണ്ടാവും. അങ്ങനെ സൽക്കർമ്മങ്ങളെ ചെയ്ത് സംസ്കാരങ്ങളെ ശേഖരിക്കും തോറും ആ ജ്ഞാനപ്രകാശനത്തിനുള്ള വഴിയും തെളിയും. ശരിയായ അറിവുണ്ടാവും. നശ്വരങ്ങളായ പദാർത്ഥങ്ങളിൽ നിന്ന് സ്വാഭാവികമായും നമ്മൾ ഉയരുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെയുള്ള വിവേകികൾ അവനവന് തങ്ങൾക്ക് ലഭിച്ച ജന്മത്തെ ജ്ഞാനത്തിനായിക്കൊണ്ട് സമാർജിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ജ്ഞാനം എന്താണ്? ജ്ഞാനം സ്വരൂപമാണ്, അത് പുറമെ നിന്ന് നേടേണ്ടതല്ല. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ. അജ്ഞാനമാകുന്ന ആവരണത്തെ നീക്കുകയേ വേണ്ടൂ. ഇത് കൊള്ളാമല്ലോ, ഇത് നല്ലതാണല്ലോ എന്നുള്ള വിഷയങ്ങളിലുള്ള ഭ്രമിച്ചുള്ള ഓട്ടം, അതിൽ നിന്ന് ഉപരി എത്തണമെങ്കിൽ എന്ത് വേണം? അതിലുള്ള നശ്വരതയെ ബോധിക്കണം, വൈരാഗ്യം ഉറക്കണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വെറുപ്പല്ല, അവിടെ തുച്ഛബുദ്ധിയ, ഇതൊക്കെ തുച്ഛമാണ് എന്നുള്ള ബോധം അത് അനുഭവിക്കും തോറും പഠന വിധേയമാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അത് സാധിക്കും. അതിൽ തന്നെ രമിച്ചുകൊണ്ട് കഴിയാൻ സാധിക്കില്ല. അതിനൊപ്പം ഉപാസനകളും വേണം. അപ്പോൾ ഓരോന്നിനെയും ശരിക്കും പഠിച്ച് പഠന വിധേയമാക്കിയിട്ട് ഉപരി എത്താൻ സാധിക്കും. അങ്ങനെ അവിദ്യാവരണങ്ങളുടെ വിലയത്തിൽ സാധിക്കേണ്ടുന്നതാണ് ഈ ജ്ഞാനം. ഇതിനായിട്ടുള്ളതാണ് മനുഷ്യജന്മം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? അപ്പോൾ പറയാണ്, ശ്രവണമനനങ്ങളിലൂടെ പരോക്ഷമായി അറിഞ്ഞ പരന്തത്വത്തെ. പരോക്ഷമായി അറിയുക എന്ന് പറയുമ്പോൾ അത് അനുഭവവേദ്യമായിട്ടില്ല, കേട്ടിട്ടുണ്ട്, ഗുരുനാഥനിൽ നിന്ന് ശാസ്ത്രങ്ങളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതാണ് പരോക്ഷമായി അറിയൽ. ആ പരോക്ഷമായി അറിഞ്ഞതുകൊണ്ടും താൻ ഉപരി എത്തുന്നില്ല. പിന്നെന്തിനു വേണം? അത് നിരന്തരമായ നിധിധ്യാസത്താൽ, അനുസന്ധാനത്താൽ അങ്ങനെ അപരോക്ഷമായി സാക്ഷാത്കരിക്കണം. അപരോക്ഷമായി സാക്ഷാത്കരിക്കുക എന്ന് പറയുമ്പോൾ സംശയലേശമെന്നേ അറിയണം, പിന്നെ ഇളകുന്നില്ല. അതിനെയാണ് വിജ്ഞാനം എന്ന് പറയാറ്. അപ്പം എന്താണ് വിജ്ഞാനം? വാസുദേവ സർവമിതി, സർവവും വാസുദേവനാണ് എന്നുള്ള അറിവ്. എല്ലാറ്റിലും കുടികൊള്ളുന്നത് ആ വാസുദേവൻ തന്നെയാണ് എന്നുള്ള അറിവാണ് അതിൽ നിന്നുണ്ടാവാൻ പോകുന്നത്. തന്നിലും സർവത്തിലും കുടികൊള്ളുന്ന, സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നത് ഭഗവാൻ തന്നെയാണ്. സകല നാമരൂപാത്മക ഭാവങ്ങളിലും കാണപ്പെടുന്ന പ്രപഞ്ചമഖിലവും ആ ഭഗവാന്റെ, വാസുദേവന്റെ ഏകനാകുന്ന ആ പരമമായ തത്വത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ്. അപ്പൊ പരമമായ സത്യം രണ്ടില്ല, ഈശ്വരൻ രണ്ടില്ല. ഈ കാണാകുന്ന സർവവും അതിൻ്റെ പ്രകടീകരണങ്ങൾ മാത്രമാണ്. ആഭരണങ്ങൾ പല പേരിൽ അറിയപ്പെടും, പല പേരിൽ അറിയപ്പെടുന്ന പല രൂപങ്ങളിലുള്ളതാണ്. വള,
മാലയാകുന്നില്ല. അങ്ങനെ ഓരോന്നും വ്യത്യസ്ത നാമങ്ങളും വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ. അപ്പം നാമരൂപങ്ങൾ പ്രകടമാകുന്നു, പക്ഷേ അത് അടിസ്ഥാനപരമായിട്ട് സുവർണം ഒന്നു മാത്രമാണ്. ഇതുപോലെ സർവം കല്ലിതം ബ്രഹ്മ എന്ന ചാന്തോഗ്യോപനിഷത്തിലെ വാക്യത്തിനനുസരിച്ച് നിശ്ചയമായും ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്. ഈ ഭാവത്തെ ഉൾക്കൊള്ളാൻ അന്ധക്കരണ ശുദ്ധിയിലേ സാധിക്കുന്നുള്ളൂ. അതെന്നും ഇതെന്നും നീയെന്നും ഞാനെന്നും ഒക്കെ ഭേദദൃഷ്ടിയൊക്കെ പോയി വൈവിധ്യമാർന്ന് വ്യവഹരിക്കപ്പെട്ട സർവവും ഏകമായ അദ്വിതീയമായ ആ പരമമായ സത്യമാണെന്നുള്ള ബോധ സാക്ഷാത്കാരമാണിത്. സർവ ഉപനിഷത്തുകളും ഇതിനെ തന്നെയാണ് ലക്ഷ്യമാക്കുന്നത്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ആ സാ മഹാത്മാ സുദുർലഭ. അങ്ങനെയുള്ള ആള് സുദുർലഭനാണ് അയാൾ. എങ്ങനെയാണ് സുദുർലഭനാവുന്നത്? മനുഷ്യയോനിയിൽ വന്നു പിറന്നാലും ശരിയായ മനുഷ്യത്വത്തിന് ഉടമയാകുക എന്നത് ദുർലഭമാണ്. അങ്ങനെ മനുഷ്യനായിക്കഴിഞ്ഞാൽ, മനുഷ്യരൂപധാരിയാണെങ്കിൽ പോലും പലവിധ വിഷയങ്ങളുടെ ആകർഷണത്തിൽപ്പെട്ട്, ഇതൊക്കെ ബുദ്ധിതലത്തിൽ അറിഞ്ഞാലും പലവിധ ആകർഷണങ്ങളായ വിഷയങ്ങൾ മാടി മാടി വിളിക്കുന്നു. അങ്ങനെ മാടി മാടി വിളിച്ച് അതിലൊക്കെ വട്ടം കറങ്ങാതെ പരമമായ തത്വത്തെ അറിയാൻ ഒരു ജിജ്ഞാസയും, അതുപോലെ നിത്യമേത് അനിത്യമേത്, നശ്വരമേത് അനശ്വരമേത് എന്നുള്ള വിവേകം ചെയ്യാനുള്ള കഴിവുണ്ടാവണം. അത് അതിനേക്കാൾ പ്രയാസമാണ്. അതിലും പ്രയാസകരമാണ് ഒരു ഗുരുനാഥനെ ലഭിക്കുക എന്നുള്ളത്. എങ്ങനെയുള്ള ഗുരുനാഥനെ? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവിനെ തന്നെ ലഭിക്കണം തത്വസാക്ഷാത്കാരത്തിന്. മനുഷ്യജന്മ ലക്ഷ്യത്തെ പ്രാപിക്കണമെങ്കിൽ അതിന് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരു വേണം. ശ്രോത്രിയൻ എന്ന് പറഞ്ഞാൽ അനവധി ശാസ്ത്രങ്ങളെ പഠിച്ച ആളും, പഠിച്ചത് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആളും, തൻ്റെ ജീവിതം കൊണ്ട് ഉപദേശിക്കുന്ന ആളും ആവണം. അല്ലാതെ വെറുതെ പുസ്തകത്തിൽ നിന്ന് എടുത്ത് പറയുന്ന ആളാവരുത്. അങ്ങനെ ഉള്ള ആചാര്യനെ ലഭിച്ച് ആ പരമമായ തത്വത്തെ ശ്രവിക്കാൻ കഴിയണം. ശ്രവണം ചെയ്താലും ഇന്ദ്രിയങ്ങളും അന്ധക്കരണവും പറഞ്ഞാൽ കേൾക്കാത്തവരാണെങ്കിൽ, അടക്കം വന്നവരല്ലെങ്കിൽ അതും വീണ്ടും നീണ്ടുപോകും. ഇങ്ങനെ ജന്മജന്മാന്തര സഞ്ചിതമായ എല്ലാ അജ്ഞാനാവരണ വിക്ഷേപങ്ങളും നീങ്ങി ഈ ബ്രഹ്മാത്മബോധം പ്രകാശിക്കുക എന്നുള്ളത് ദുർലഭാത് സുദുർലഭതരം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ദുർലഭമായി ലഭിച്ചിരിക്കുന്ന ഈ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലുള്ള മനുഷ്യജന്മം, അയാളെക്കാൾ ശ്രേഷ്ഠനായി മറ്റൊരാളില്ല, അയാൾക്ക് തുല്യനായിട്ട് മറ്റൊരാളില്ല. ഇതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു പരമമായ തത്വത്തെ എല്ലാവർക്കും കേൾക്കപ്പെടുന്നതിനായിക്കൊണ്ട് പോലും സാധിക്കുന്നില്ലയോ? കേട്ടാലും അത് ആരും വേർതിരിച്ചറിയുന്നില്ലയോ? അങ്ങനെയുള്ള ആ പരമമായ തത്വ സാക്ഷാത്കാരത്തിനായിക്കൊണ്ട് കഠിനമായ പ്രയത്നം, മനുഷ്യജന്മത്വത്തിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ഉപാസനാനിരതനാവേണ്ടതുണ്ട്. ഉപാസനകളാണ് അതിന് വഴി. ഉപാസനയിൽ ശ്രേഷ്ഠമായത് ധ്യാനം തന്നെ. അപ്പം നിത്യനിരന്തരമായ ഉപാസനകളും ഗുരുവിലും ശാസ്ത്രത്തിലുള്ള വിശ്വാസവും അങ്ങനെ ജന്മജന്മാന്തരങ്ങളിൽ നേടിയ കർമ്മ സംസ്കാരവും ഇതെല്ലാം കൂടി ഉണ്ടായാലും ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ ഈ പ്രകൃതിയാകുന്ന ഈ പാഠശാലയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അനുഭവങ്ങളെ വിലയിരുത്തുന്നവന് ആ പരമമായ സത്യസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. അതുകൊണ്ട് സുദുർലഭതരമാണത്. അപ്പോൾ വിഷയങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള വർത്തമാന ജീവിതം, ആ ജീവിതത്തെ അങ്ങനെ തുടരുന്നത് മനുഷ്യനെ സംബന്ധിച്ച് അഭികാമ്യമല്ലെന്നും പരമമായ ഉത്കൃഷ്ടമായ ഒരു ലക്ഷ്യം പ്രാപിക്കാനുണ്ടെന്നും അറിയാൻ കഴിവുള്ള, ഉപനിഷത് ആശയങ്ങളെ മാനിക്കാനും ഉൾക്കൊള്ളാനും കഴിവുള്ള വിവേകികളായ സാധകന്മാർ ആ പരമാത്മാവിൻ്റെ ശ്രീകോവിലിന് സമീപമെത്തിക്കഴിഞ്ഞു. പതറാതെ ലക്ഷ്യബോധത്തോടെ ആത്മാർത്ഥമായി ഇനി അല്പം കൂടി പ്രയത്നിച്ചാൽ മതി
ഈ മനുഷ്യ ജന്മത്തിൽ തന്നെ ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുന്നതാണ്. അതിന് കഠിന പ്രയത്നം ചെയ്യണം. തീർത്തും മറ്റു ജീവി സാധാരണമായതിൽ മാത്രം ഒതുങ്ങിക്കൂടിയാൽ പോരാ എന്ന് സാരം. സർവം ബ്രഹ്മമയം തന്നെ എന്ന സത്യം നേടണമെങ്കിൽ, ആ സത്യത്തെ അറിയണമെങ്കിൽ, വീണ്ടും പറയുകയാണ്, അതിന് ഉപാസനാസ്ഥൈര്യം, സ്ഥിരത വേണം. എന്നെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, നല്ല ഉപാസനാസ്ഥൈര്യം വേണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്.